ഒരു തസ്തികയിൽ ഇത്ര ഒഴിവുകളുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് PSC പരീക്ഷ നടത്തുന്നത്. അങ്ങനെ PSC പരീക്ഷ നടത്തി ആ പരീക്ഷ പാസ്സായി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കുട്ടികൾ പിന്നെ ജോലിക്ക് വേണ്ടി വന്ന് സമരം ചെയ്യേണ്ടി വരുന്ന സാഹചര്യം അത് ഏത് ഗവൺമെൻറ്റിൻ്റെ സാഹചര്യത്തിലാണെങ്കിലും അത് ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ ഈ ഗവൺമെൻറ് ഇപ്പോൾ വന്നിട്ടുണ്ട്. തീർച്ചയായും ജനാനുകൂലമായ നടപടിയെടുക്കുമെന്ന് പറയുന്നുണ്ട്. അത് ഈ കുട്ടികളുടെ കാര്യത്തിൽ തീർച്ചയായും ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. ആ കാര്യങ്ങൾ ഗവൺമെൻറ് അടിയന്തരമായി പരിശോധിക്കണം. ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവാം ഗവൺമെൻറ്റിന്, പക്ഷേ അടിയന്തരമായി പരിഗണിക്കേണ്ട വിഷയമാണെങ്കിൽ ഇത് പരിഗണിക്കണം, പരിഹരിക്കണം തന്നെയാണ് ഞങ്ങൾ ആവശ്യം. നമസ്കാരം. LPST റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധ സമരം സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടക്കുന്ന സാഹചര്യത്തിൽ ആശാ സമര നേതാവായിരുന്ന എസ്മിനി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. കുറേ ദിവസമായി ഇങ്ങനെ നിരാഹാര സമരവും എല്ലാം തന്നെ നടത്തുന്നു. സർക്കാർ ഇതുവരെയും കണ്ണു തുറന്നിട്ടില്ല. LDF സർക്കാരിൻ്റെ കാലത്ത് ഉൾപ്പെടെ ഇവർ ഇത്തരത്തിൽ സമരവുമായി രംഗത്ത് വന്നിരുന്നു. വീണ്ടും UDFൻ്റെ കാലഘട്ടത്തിൽ വന്നിരിക്കുന്നു. അതേ നിലപാടാണോ നിലവിൽ സതീശൻ സർക്കാരും സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. അതേ കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. എന്താണേലും LPST റാങ്ക് ഹോൾഡേഴ്സ് കഴിഞ്ഞ 32 ദിവസമായി സമരം ചെയ്യുന്നു. UPST റാങ്ക് ഹോൾഡേഴ്സ് 9 ദിവസമായിട്ട് സമരം ചെയ്യുന്നു. അപ്പോൾ ഏതൊരു വേക്കൻസി എന്ന് പറഞ്ഞത് PSC റിപ്പോർട്ട് ചെയ്യുകയാണ്. ഒരു തസ്തികയിൽ ഇത്ര ഒഴിവുകളുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് PSC പരീക്ഷ നടത്തുന്നത്. അങ്ങനെ PSC പരീക്ഷ നടത്തി ആ പരീക്ഷ പാസ്സായി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കുട്ടികൾ പിന്നെ ജോലിക്ക് വേണ്ടി വന്ന് സമരം ചെയ്യേണ്ടി വരുന്ന സാഹചര്യം അത് ഏത് ഗവൺമെൻറ്റിൻ്റെ സാഹചര്യത്തിലാണെങ്കിലും അത് ഒഴിവാക്കേണ്ടതാണ്. ഒരു കാരണവശാലും അത് ആവർത്തിക്കാൻ അനുവദിക്കരുത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടു WCPയുടെ കുട്ടികൾ ഇവിടെ വന്ന് പെരുമഴയത്ത് മുട്ടിലിഴഞ്ഞും ഉപ്പുകല്ലിൻ്റെ പുറത്തിരുന്നും കയ്യിൽ കർപ്പൂരം കത്തിച്ചുമൊക്കെ സമരം ചെയ്യുന്നുണ്ട്. തൊഴിലിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മാന്യമായി ജീവിക്കണമെങ്കിൽ ഏതൊരു മനുഷ്യനും ഒരു തൊഴിൽ ആവശ്യമാണ്. പാവപ്പെട്ടവൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഈ PSC എന്ന് പറയുന്നതാണ് അവരുടെ ഒരു ഏക ആശ്രയം. അപ്പോൾ അതിനകത്ത് വളരെ കൃത്യമായി വളരെയധികം ശ്രദ്ധാപൂർവം അതിനകത്ത് നടപടിയെടുക്കണം. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഗവൺമെൻറ് ഇപ്പോൾ വന്നിട്ടുണ്ട്. തീർച്ചയായും ജനാനുകൂലമായ നടപടിയെടുക്കുമെന്ന് പറയുന്നുണ്ട്. അത് ഈ കുട്ടികളുടെ കാര്യത്തിൽ തീർച്ചയായും ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. കാരണം അവർ 32 ദിവസമായി സമരം ചെയ്യുന്നു. അവർക്ക് വളരെ തൃപ്തികരമായ ഒരു നടപടി, ഒരു മറുപടി അവർക്ക് ലഭ്യമാക്കണം. ഈ തെരുവിൽ ഇങ്ങനെ എത്ര ദിവസമാണ് പെൺകുട്ടികൾ കിടക്കുക? ഇപ്പോൾ ഇന്ന് 8ാമത്തെ ദിവസമാണ് നിരാഹാര സമരം അതിൻ്റെ നേതാവ് നടത്തുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കണം. വിദ്യാർത്ഥികളോട്, ചെറുപ്പക്കാരോട് അനുഭാവപൂർവ്വം ഒരു നിലപാടെടുക്കണം. PSCയെ സമ്പൂർണ്ണമായി ഉടച്ചു വാർക്കേണ്ടുന്നൊരു സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതുതന്നെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ആശമാർ ഒരു 100 രൂപ കൂട്ടിച്ചോദിക്കുമ്പോൾ തരാത്ത ആളുകളാണ് PSC മെമ്പേഴ്സിന് ലക്ഷങ്ങൾ ശമ്പളം കൊടുത്തത്. അതൊക്കെ മനസ്സിലാക്കുകയാണ്. കാരണം അതൊക്കെ കൊടുത്തത് ഈ പിൻവാതിൽ നിയമനങ്ങളും അത്തരത്തിലുള്ള കൃത്രിമങ്ങളും കാണിക്കാനുള്ളൊരു പണമായിരുന്നു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇപ്പോൾ തെരുവിലിരിക്കുന്ന ആളുകളെ ഗവൺമെൻറ് കാണണം. അതാണ് ഞങ്ങളുടെ അടിയന്തര ആവശ്യം. ആശമാരെ സംബന്ധിച്ചും വെയിലെന്നോ മഴയെന്നോ ഇല്ലാതെ, രാവെന്നോ പകലെന്നോ ഇല്ലാത്തൊരു സമരമുറയായിരുന്നു, കഠിനമായ സമരമുറയായിരുന്നു. അത്തരത്തിലൊരു രീതിയിലേക്ക് തന്നെ ഇവർ നീങ്ങുകയാണ്. നിങ്ങളുടെയൊക്കെ കുട്ടികളുടെ പ്രായമേ ഇവർക്കുണ്ടാവും. അപ്പോൾ വിഷമം തോന്നുന്നുണ്ട്? തീർച്ചയായിട്ടും വളരെ വലിയ വിഷമമുണ്ട്. നമ്മളുടെ മക്കളുടെ പ്രായമുള്ള കുട്ടികൾ തന്നെയാണ് തെരുവിൽ വന്ന് ഇത്രയും ദിവസമായിട്ട് കിടക്കുന്നത്. അതുകൊണ്ട് വളരെ വിഷമമുണ്ട്. കാരണം തെരുവിലേക്ക് കൊണ്ടുവരാതെ ഒരു ന്യായമായ ആവശ്യമാണെങ്കിൽ അത് ചില പേപ്പർ വർക്കുകളിലൂടെ പരിഹരിക്കാവുന്ന വിഷയമേ ഉള്ളൂ. ഇപ്പോൾ അവർ പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. എന്താണെങ്കിൽ തന്നെയും ആ കാര്യങ്ങൾ ഗവൺമെൻറ് അടിയന്തരമായി പരിശോധിക്കണം. ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവാം ഗവൺമെൻറ്റിന്, പക്ഷേ അടിയന്തരമായി പരിഗണിക്കേണ്ട വിഷയമാണെങ്കിൽ ഇത് പരിഗണിക്കണം, പരിഹരിക്കണം തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും സമരത്തിന് പൂർണ്ണ പിന്തുണയുമായി നിലവിലിപ്പോൾ ആശാ സമര നേതാവും അതുകൂടാതെ AIMS എന്ന സംഘടനയും നിലവിലിപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. LDF സർക്കാരിൻ്റെ കാലത്ത് ഉൾപ്പെടെ സമാനമായ രീതിയിൽ LPST റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം ഈ സെക്രട്ടേറിയറ്റിന് പടിക്കൽ തന്നെ നടന്നിരുന്നു. വീണ്ടും UDF സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷം ഇന്നേക്ക് 28ാം ദിവസം ഈ ഒരു ഉദ്യോഗാർത്ഥികളുടെ സമരം ഈ തെരുവിൽ കഴിയുകയാണ്. അതായത് രാവെന്നോ പകലെന്നോ ഇല്ലാതെ, വെയിലെന്നോ മഴയെന്നോ ഇല്ലാതെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും. പെരുമഴക്കാലമാണ്. ഈ പെരുമഴക്കാലത്താണ് ഉദ്യോഗാർത്ഥികൾ ഇത്തരത്തിൽ കഠിനമായ സമരമുറയുമായി മുന്നോട്ട് പോകുന്നത്. ഇതിന് പിന്നാലെയാണ് ഇക്കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചതും
2 മാസത്തെ സമയം വേണമെന്ന്, അതായത് ഈ ഉദ്യോഗാർത്ഥികളുടെ വിഷയത്തെക്കുറിച്ച് പഠിക്കുവാനുള്ള സമയം 2 മാസമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്രയും കാലമായിട്ടും ഈ ഒരു വിഷയം പഠിച്ചില്ലേ എന്നുള്ള ചോദ്യമാണ് ഉദ്യോഗാർത്ഥികളും ഉയർത്തുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.